ഇവിടെ വന്ന് പെങ്ങളുടെ വീട്ടിൽ വന്ന് ചോറുണ്ടു നോക്കുമ്പോൾ കടുത്തു പറഞ്ഞിട്ട് ഒരു ചീരയാണ്. ആ ചീര ഉണ്ട് കഴിഞ്ഞിട്ടാ പറയണ. ഞാൻ പറയും ചൊറീനെ ചീരയായിരിക്കും വിചാരിച്ചു. അതല്ല, പെങ്ങൾ പറഞ്ഞ അതല്ല, വേറെയാണെന്നാ പറയുന്നത്. അപ്പം അത് കഴിച്ചു. പിന്നെ വേറെ ചീരക്കറിയാണ്, അത് സോയാബീൻസ് ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ച ഭക്ഷണം, അടിപൊളി ഭക്ഷണം കഴിച്ചു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കും പുറത്തി ഉണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെഞ്ഞ് ചീത്ത വിളിക്കും. ഇവിടുത്തെ ചോറാര ഉണ്ടാവാറുണ്ട്. എന്താ ചെയ്യുക? നമ്മുടെ പഴയ 2007 സ്കൂട്ടിയാണ്. ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുമെന്ന് അറിയില്ല. കുറേ നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായില്ല. ബുള്ളറ്റ് ഉണ്ട്, മോൻ്റെ ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഞാൻ ഓട്ടിയില്ല ഇതുവരെ. അതുകൊണ്ട് ആഗ്രഹമുണ്ട്, എടുത്ത് ഓട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഭയം, അതുകൊണ്ട് ബുള്ളറ്റ് എടുത്ത് ഓട്ടുന്നില്ല. പുതിയൊന്ന് വണ്ടിയൊന്ന് വാങ്ങിക്കണം, ഓട്ടോ വാങ്ങിച്ചാലോ നോക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ ഫാമിലിക്ക് എല്ലാവരുടെയും പോകാമല്ലോ. സ്കൂട്ടി ആകുമ്പോൾ സ്കൂട്ടിയിൽ ഒഴിക്കണം അതേ എണ്ണ തന്നെ പിന്നെ ആട്ടോയിൽ ഒഴിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ഫാമിലി എല്ലാവർക്കും പോവാം. അപ്പോൾ ആട്ടോ ഒന്ന് എടുക്കണമെന്നുണ്ട്, അടുത്തൊരു ആഗ്രഹം. പിന്നെ ഇപ്പോൾ എന്താണ്, മഴയില്ലാത്ത കാരണം ഇപ്പോൾ പിന്നെ പാടത്തൊന്നും പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, പറമ്പിലൊന്നും പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ചേമ്പൊക്കെ വെക്കണമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പറമ്പുകളിലൊന്നും വെള്ളമില്ല, തൊടിയൊക്കെ ഉണ്ട്. അത് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? നമ്മുടെ മനസ്സിൽ ഉമ്മയും വാപ്പയൊക്കെ മരണപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രയാസങ്ങൾ തോന്നുന്നു. അവർ പ്രയാസപ്പെട്ടതും അതൊക്കെ ഓർക്കുമ്പോൾ അവരോട് മര്യാദകരായിട്ട് നമ്മൾ പെരുമാറിയതും എല്ലാം ഇപ്പോഴാണ് നമ്മളതിൻ്റെ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിലത്തും വെക്കാൻ പറ്റില്ല, നെറിയിലും വെക്കാൻ പറ്റാതെ നമുക്ക് കൊണ്ട് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അതില്ല. എന്നാണ് ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ, വാപ്പ ഉമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അവരെക്കുറിച്ച് നമ്മൾ എന്നും ഓർക്കണം. അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മളത്രയും വളർത്തി വലുതാക്കി, പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ നമ്മളെപ്പോഴും എന്നും ഓർക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. എന്താ പറഞ്ഞാൽ, ആരും പഴയതിനെ ഓർക്കുന്നില്ല, പുതിയതിനെ മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇനിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ മക്കളെല്ലാം നമ്മളെക്കുറിച്ച് ഓർക്കുമെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. മക്കൾക്കൊന്നും ഒരു കാര്യമില്ല. അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവരുടെ കാര്യമുണ്ട്, അവരുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബിൽ കയറിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നമ്മളിതിൽ ചെയ്യുന്നുണ്ട്, എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്. നമുക്കിതിലുള്ള എക്സ്പീരിയൻസ് അത്രയില്ല. അതുകൊണ്ട് എന്തെല്ലാം കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വയസ്സാകും തോറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിലുള്ള ആ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒന്നും അറിയണ്ട, അല്ലേ? ഒരു പ്രയാസമില്ലാതെ ജീവിക്കാം, ഒന്നും അറിയണ്ട, പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കാം.